അഭിചേട്ടൻ വന്ന് പറയും അറിയാ ഒരു റൊമാൻറ്റിക് ലുക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിവിൻ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കും, കൊടുത്തോ ലൈക്ക് ഹി മേക്സ് ഫൺ ഓഫ് മീ. അപ്പൊ ഞാൻ പ്ലീസ് എന്നെ ചിരിപ്പിക്കില്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്നെ ഇങ്ങനെ ഹമ്പിളാവെന്ന് വിചാരിച്ചു. എനിക്ക് അറിയത്തില്ല. സോ ബ്യൂട്ടിഫുൾ, ഹൃദയപൂർവ്വം. ഉറപ്പ്. നിന്റെ ആ ഡയലോഗ് ഓർമ്മയുണ്ട്, എനിക്ക് പ്രേരിക്കാവുന്ന വരണ്ട ഓർ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ മൊമെന്റിൽ അവിടെ ഇരുന്നപ്പോ ഐ ജസ്റ്റ് വെന്റ് എന്നുള്ള സമയത്ത് കാരണല്ലേ എന്താ ചുമ്മാ ഇറ്റ് വാസ് നോട്ട് ഇൻ ദി സ്ക്രിപ്റ്റ്. സത്യൻ സാറാണ് ആക്ച്വലി പറഞ്ഞത് റിയ ഓക്കെ ആണ്. അപ്പൊ ഞാൻ അതും കൂടെ കേട്ടപ്പോ ഐ വാസ് ഓവർജോയ്ഡ്. ഐ വാസ് ലൈക്ക് സത്യൻ സാർ ഇങ്ങനെ പറഞ്ഞു, സത്യൻ അന്തിക്കാട് സർ. സോ ഐ വാസ് ലൈക്ക് ഞാൻ വീണ്ടും the Satyan Andikat sir, the OG. Yeah, the OG said this. If I trusted my mind, I don't think Sarvamaya would have been possible. But Niven ചേട്ടൻ ഏത് പടം എടുത്താലും chemistry always works out with the people he acts with. And അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നിവിൻ ചേട്ടനോട് വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നിവിൻ ചേട്ടൻ്റെ എനർജി ഇസ് ലൈക്ക് നമ്മൾ റിലാക്സ് ആവും ആൻഡ് ബേസിലായിട്ട് നമ്മൾ ഹൈപ്പ് ആവും, എക്സൈറ്റഡ് ആവും. ലൈക്ക് ഞാൻ ആ ഇമോജി ഇടുമ്പോൾ തന്നെ ദിസ് ഇസ് ഹൗ ഐ എം ഫീലിംഗ്. സോ with each person when I say thanks I get so like emotional that I just get എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണൽ ആവും. That's okay, completely fine, no issues. This is your space. New Year അത് പബ്ലിക് ഹോളിഡേ അല്ല, ടിക് ടിക് 2. ആ ടിക് ടിക് മാത്രം പറയും. ഉറങ്ങിക്കിടന്നോണ്ടിരുന്ന് എന്നെ വിളിച്ചിട്ട് ചോരില്ല അത്. അജു വർഗീസ് ഒരു കോൺവെർസേഷനിൽ പറഞ്ഞ സർവമായ സിനിമയിലെ ദ ക്യൂട്ട് ഫാക്ടർ, ദ ക്യൂട്ട് എലമെന്റ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. റിയ ഷിബു, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. Thank you. How are you doing? I'm doing great. I'm feeling so happy. I'm happy to be here. Great. And I think the actual cute element is Niven ചേട്ടൻ, അജു ചേട്ടൻ. They are the cuties. എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കമന്റും റീലുകളൊക്കെ വരുന്നതാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കാണാൻ പോയത് നിവിൻ അജു കോമ്പിനേഷൻ ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്തു. പക്ഷെ ഞെട്ടിച്ച് വന്നിട്ടുള്ള ഒരു എലമെന്റ് ആണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ. ഹൗ വാസ് ദാറ്റ്? അതിന്റെ സിംഗിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ നമ്മുടെ സർവമായ സിനിമയിലേക്കുള്ള ഒരു എൻട്രി? കാരണം ഡിസംബർ 25 വരെ നമുക്കിത് പുറത്തു പറയാൻ പറ്റില്ല. ഒരു സ്റ്റോറി ഇടാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റസ് ഇടാൻ പറ്റില്ല, ഒരു പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഈ സസ്പെൻസ് ഫാക്ടർ എങ്ങനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു? ആൻഡ് യു ആർ ആൻ ഇമ്പൾസീവ് പേഴ്സൺ ടു. എക്സാക്ട്ലി, മനസ്സിലായല്ലേ? എനിക്കാണെങ്കിൽ എക്സൈറ്റഡ് ആകുമ്പോൾ എനിക്ക് എല്ലായിടത്തും പറയണം. അപ്പൊ സ്റ്റോറീസും ഇടാൻ പറ്റില്ല, ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും ഇടാൻ പറ്റില്ല. പിന്നെ ഇട്ടാ എല്ലാവർക്കും മനസ്സിലാവും. സോ ഞാൻ ലാസ്റ്റ് ഇയർ ഡിസംബർ തൊട്ട് ഈ ഡിസംബർ വരെ ഐ ആം ലൈക്ക് ട്രൈങ് ടു കീപ് മൈ മൗത്ത് ഷട്ട്. സോ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു ഇനിയിപ്പോ പരിപാടിയൊന്നും സ്റ്റഡീസ് എന്നൊക്കെ കഴിഞ്ഞ മാർച്ചിൽ അവിടെ അടുത്തെന്താ പ്ലാൻ? ഞാൻ ഒരു പഠിപ്പിച്ചാണ്, പോഡ്കാസ്റ്റ് ചെയ്യണം. ആക്ച്വലി ഐ ഹാഡ് ലൈക്ക് ഓൾ ദോസ് പ്ലാൻസ് ബിക്കോസ് എനിക്ക് ഇങ്ങനെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക, ഐ ഹാവ് കോൺവെർസേഷൻസ്. സോ ഇനി സമയമുണ്ടല്ലോ. So I'm like, maybe when the right time comes, because right now ഇപ്പൊ ഇതിലായോണ്ട് I'm getting really good responses and like good approaches and stuff. So I think ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. ആൻഡ് ഫ്യൂച്ചറിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങനത്തെ അന്ന് ഇന്റർവ്യൂല് പറഞ്ഞ പ്ലാൻസ് ക്യാരി ഓൺ. സോ ഞാന് അതാ ഇപ്പൊ മാരേജ് ഫംഗ്ഷനൊക്കെ പോയാലും റിലേറ്റീവ്സ് ഒക്കെ മോളെ പഠിച്ചു കഴിഞ്ഞാലും ഇനി അടുത്ത് എന്താ, എനിക്കെന്ത് പറയാം? I mean, no. ഇപ്പൊ റിലീസ് ആയല്ലോ. So I'm like, no, ഇപ്പൊ അറിയാലോ. But yeah, I would not know because if I say like acting ആണെങ്കിൽ then like ആരാ ഡയറക്ടർ, ആരാ ആക്ടർ, then when I say it will be നിവിൻ ചേട്ടന്റെ പേര് പറഞ്ഞ ഉടനെ നിവിൻ ചേട്ടന്റെ പടമാണോ, അതെ എപ്പോഴാ പോസ്റ്റർ ഉണ്ടോ, റിലീസായോ, ടീസർ, പിന്നെ ഐ വുഡ് നോട്ട് നോ വാട്ട് ടു സേ. പിന്നെ then I'll end up saying the story. എക്സൈറ്റ്മെന്റോടെ I'll be like, ഞാനാ ഗോസ്റ്റ്, and then like, oh no, I can't say that. So ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായോ? ലൈക് ഫാമിലിക്ക് അറിയാം എന്തായാലും. അതെ ഫാമിലിക്ക് അറിയാം. എന്റെ ലൈക്ക് മൈ ആന്റ്, മൈ കസിൻസ്, എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവരോടൊക്കെ എങ്ങനെ പറഞ്ഞത്? ഇത് പുറത്ത് പറയുന്നു പറഞ്ഞിട്ടാണ് പറഞ്ഞത്? പുറത്ത് പറയുന്നത് പറഞ്ഞിട്ട് പറഞ്ഞു. ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ്, ഗൈസ് ഐ ഹാവ് ടു ടെൽ, ലൈക്ക് നിവിൻ ചേട്ടന്റെ ഫാനും കൂടെ ആയതുകൊണ്ട് അതാ. സോ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ആൻഡ് പിന്നെ കഥയും ഭയങ്കര എക്സൈറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ
കഥ പറഞ്ഞോ? കഥ പറഞ്ഞില്ല. സത്യം പറ. അയ്യോ. ചേട്ടനോട് പറഞ്ഞോ? ഹൃദുവിനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ ഇപ്പൊ ഇക്കടുത്ത് പറഞ്ഞില്ല. ബിക്കോസ് ഇക്കന് സസ്പെൻസ് ആയിട്ട് കാണണം. ഇക്കന് ഒരു പടം സ്പോയിൽ ചെയ്യുന്ന ഇഷ്ടമില്ല. സോ നീ എന്റെ അടുത്ത് ഒന്നും പറയരുത്, ഒരു സീൻ പോലും എന്റെ അടുത്ത് പറയരുത്. ബിക്കോസ് ഭയങ്കര പുതിയതായിട്ട് ഇക്കൊക്കെ കാണണം എനി ഫിലിം. സോ ഐ ഡിഡ്ന്റ് ടെൽ ഹിം. പിന്നെ പപ്പ അടുത്തും ഞാൻ അത്ര അധികം പറഞ്ഞില്ല, പപ്പ കുറച്ച് സർപ്രൈസ് ആവട്ടെ എന്നുള്ള ഇതില്. പക്ഷെ കുറച്ചൊക്കെ പറഞ്ഞു. ഉമ്മയ്ക്ക് ഫുൾ സ്റ്റോറി അറിയാം, ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. എക്സൈറ്റഡ് ആണെങ്കിലും ഞാൻ അടുത്ത് പറഞ്ഞു, ഒരു ഇറ്റ്സ് എ ക്യാരക്ടർ ദാറ്റ്സ് മീ. ലൈക്ക് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും അതേപോലെ ആയിരിക്കും. സോ യു ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ വുഡ് ടെൽ മൈ ഫ്രണ്ട്സ്. സോ അങ്ങനത്തെ ഇതിലായിരുന്നു 1 year ഫുൾ ഓഫ് ലൈക്ക് കീപ്പിംഗ് ഇറ്റ് ഇൻ. സോ ഇടയ്ക്ക് വെച്ച് സർവ്വമായയുടെ ടീസറും പോസ്റ്ററൊക്കെ റിലീസ് ചെയ്യുമ്പോൾ I would really want to post it. എങ്ങനെ ഷെയർ ചെയ്യും ഞാൻ? അങ്ങനെ ഷെയർ ചെയ്യും. സോ വാട്ട് ഐ വുഡ് ഡു ഇസ്, ഞാൻ അഖിൽ ചേട്ടൻ ഇടുന്ന പോസ്റ്റോ ടീമില് ADs ഇടുന്ന പോസ്റ്റ് എടുത്തിട്ട് ഐ സ്റ്റോറി ആൻഡ് ബി ലൈക്ക്, I'm so happy for my friends. Congrats to you for this film. Very happy for you, man. Oh man, what a bad situation. അതാ. So I was like that. I was like happy for my dear friends എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ ചേട്ടാ all the best. അതാണ്, അഖിൽ ചേട്ടാ all the best. Very congrats to you എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദെൻ ലൈക്ക് അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഇടും. പിന്നെ ടുവേർഡ്സ് റിലീസ് ഞാൻ ഒരു സ്റ്റോറി ഇട്ടില്ല. ബിക്കോസ് കുറെ പേര് സ്റ്റാർട്ടഡ് ഗെസ്സിങ്. ബിക്കോസ് ഇൻസൈഡ് റിപ്പോർട്ട് ചെയ്യുന്ന എവരിബഡി ഈസ് ലൈക്ക് റിയ ഈസ് ഇൻ ദ ഫിലിം ബട്ട് വാട്ട് ഈസ് ഷീ ഡൂയിങ്. അപ്പൊ ടുവേർഡ്സ് എന്നെ ഭയങ്കര എക്സൈറ്റഡ്. ബിക്കോസ് കുറെ അവരിങ്ങനെ റിലീസ് ചെയ്തോണ്ടിരിക്കുക, പാട്ട്, ചിരി തൊട്ടുന്ന പാട്ടൊക്കെ. എനിക്ക് ഒന്നും ഞാൻ സോഷ്യൽ മീഡിയ തൊട്ടിട്ടില്ല. ലൈക്ക് ചെയ്യാറുണ്ടോ പോയിട്ട് പോസ്റ്റ് ഒക്കെ? കമന്റ് ചെയ്യോ? കമന്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ 2-3 ചിലപ്പോഴേക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഐ കമന്റഡ്. മറ്റേ ടീസർ ഫസ്റ്റ് ഇറങ്ങിയത് ഓക്കെയാണ് ആ ടീസർ. അതില് ഞാൻ പോയിട്ട് ഐ കൺഫേം ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഐ ക്യാൻ കൺഫേം ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഞാനല്ലേ ഡെലുലു സിറ്റിംഗ് ദേർ ആൻഡ് സേയിങ് ഓക്കെയാണ്. സോ ഐ വെന്റ് ആൻഡ് കമന്റ് ഐ കൺഫേം ദാറ്റ് ഓക്കെയാണ്. ലൈക്ക് ഒരു ടീസിങ് വേയില്. But nobody got it, so it's fine. പക്ഷെ ഇപ്പൊ like everybody is referencing it and like all those കുട്ടി scenes, like നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ ചിരി. അതെ ചിരി, exactly. I know that you are very much excited. കാരണം ഓരോ സ്റ്റോറി ഓരോരുത്തർ മെൻഷൻ ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴായാലും യു കോൾ ദ നെയിം ആൻഡ് ഷെയർ ദ സ്റ്റോറി. അത്രയ്ക്കും എക്സൈറ്റഡ് ആണ്. DMs കിട്ടും, എക്സൈറ്റഡ് ആണ്. സോ ടെൽ മീ അബൌട്ട് ഈ എക്സൈറ്റ്മെന്റ് ഫാക്ടർ പറയുന്നതിന് മുമ്പ് സർവ്വമായിലേക്ക് എൻട്രി എങ്ങനെയായിരുന്നു? ഓക്കെ, അഖിൽ ചേട്ടനാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. ബേസിക്കലി അഖിൽ ചേട്ടന് റീലുണ്ട്. ഞാൻ റെഡ് എഫിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു ആസ് പ്രൊഡ്യൂസർ. അപ്പൊ അതില് സംസാരിക്കുന്നത് കണ്ടപ്പോ അഖിൽ ചേട്ടനാണെങ്കിൽ ഇത് ഡെലുലുവിന് മാച്ച് ആണല്ലോ വിചാരിച്ചിട്ട് ഹി കോൾഡ്. പപ്പനെ വിളിച്ചു. എന്നിട്ട് മോൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെന്താ, റെഡിയാണ്. പക്ഷെ റീ അടുത്തൊന്ന് സംസാരിച്ചു നോക്കും. ആൻഡ് ഹി ജസ്റ്റ് ഷെയർഡ് മൈ നമ്പർ. പിന്നെ വി ഗോട്ട് ഓൺ കോൾ. അഖിൽ ചേട്ടന്റെ വൈബ് അപ്പോഴേ എനിക്ക് സെറ്റ് ആയി. ബിക്കോസ് ഹി സ്റ്റാർട്ടഡ് ലാഫിങ്. കുറെ ജോക്സ് ഒക്കെ പറഞ്ഞപ്പോ, കഥ പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലാസ്റ്റ് ഇയർ ഡിസംബർ. സോ വെറുതെ ക്യാരക്ടറിനെ പറ്റി പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഗോസ്റ്റ് ആണ്, അത് പറയാൻ വേണ്ടി മാത്രം ഒരു 5 minutes കോൺവെർസേഷൻ. പിന്നെ ഹി സ്റ്റാർട്ടഡ് അല്ല ഈ ക്യാരക്ടർ എങ്ങനെ വന്ന് അല്ല പ്രഭേന്ദു ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിരുന്നു, എങ്ങനെയാ സംഭവിച്ചത്. പിന്നെ ഐ കെപ്റ്റ് ആസ്കിങ് ലൈക്ക് അതെങ്ങനെയാ. ദെൻ ഹി നറേറ്റഡ് ദ ഫുൾ സ്റ്റോറി. അതാണ്. പിന്നെ 1 hour നമ്മൾ അങ്ങനെ സംസാരിച്ച് ഫുൾ വൈബായി. ഐ ഗോട്ട് വെരി എക്സൈറ്റഡ്. ഐ വാസ് ടെല്ലിങ് ഹിം ലൈക്ക് ഞാനും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ലൈക്ക് ഡെലുലു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴേ ലൈക്ക് യുനോ ഇപ്പൊ സെറ്റാക്കി കൊടുക്കൂലേ, സാധ്യ എടുത്ത് സെറ്റാക്കി കൊടുക്കുന്ന ദിസ് ഇസ് സംതിങ് ഐ വുഡ് ഡു. എന്നിട്ട് ലേറ്റർ അപ്സെറ്റ് ആവും. ദിസ് ഇസ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ആ ഒരു കോംബോ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. റിയലി അപ്പൊ പറഞ്ഞോ നിവിനാണ് ഹീറോ എന്നുള്ളത്? അഖിൽ അപ്പൊ തന്നെ പറഞ്ഞോ? നിവിൻ ചേട്ടനാണ് നിവിൻ ചേട്ടനാണ് പ്ലാൻ ചെയ്യുന്നത്. പ്ലീസ് ഒക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഓഡിഷൻ ചെയ്തപ്പോ ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ടു ഡു ദിസ് ഓൾറെഡി. സോ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് കുറെ പ്രാവശ്യമൊക്കെ ആലോചിച്ചു. ഓഡിഷൻ ഉണ്ടായി. പിന്നെ ഓഡിഷൻ അയച്ചു കൊടുത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് ഓക്കെ റിയ യു സീം ടു ലൈക്ക് മാച്ച് ദ വൈബ് എന്ന് പറഞ്ഞിട്ട് വി മെറ്റ്. കപ്പാച്ചക്ക കാന്താരിയിൽ മീറ്റ് ചെയ്ത്
ജസ്റ്റ് ഫോർ ലൈക്ക് ലഞ്ച്. അപ്പൊ അവിടെ ഫിഷും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ കഴിക്കുകയാണ്. ആരൊക്കെ ഉണ്ടായി? അഖിലും ഞാനും അഖിൽ ചേട്ടൻ മാത്രം. ആ. സോ ഇറ്റ് വാസ് വെരി കാഷ്വൽ കോൺവെർസേഷൻ. അന്ന് വീഡിയോ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ടുക്ക് വീഡിയോ. റിയക്ക് ചിക്കൻ ആണോ മീനാണോ ഇഷ്ടം, റിയക്ക് ഡയറക്ടർ ആണോ ആക്ടർ ആവണോ, റിയക്ക് ഈ ആക്ടർ ആണോ ആ ആക്ടർ ആണോ ഇഷ്ടം, ഈ പടമാണോ ഈ പടം. ഹി കെപ്റ്റ് ആസ്കിങ് സോ മെനി റാൻഡം ക്വസ്റ്റ്യൻസ്. ഇപ്പൊ റാപ്പിഡ് ഫയറിൽ അതേപോലെ ചോദിക്കും. സോ അതേപോലെ ഹി ജസ്റ്റ് ടുക്ക് സം തിങ് ആൻഡ് ദെൻ ഐ വാസ് റെസ്പോണ്ടിങ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നമ്മൾ പടത്തിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ആക്ച്വലി. ഒന്നുമില്ല, ചിക്കനും മീനും കറിയും. അതാ റാൻഡം. പിന്നെ ഐ വാസ് ലൈക്ക് ഇങ്ങനെ അഖിൽ ചേട്ടന്റെ ലവ് സ്റ്റോറി എങ്ങനെ ആസ്കിങ് അബൌട്ട് ഹിസ് മാരേജ് ആൻഡ് സ്റ്റഫ് ആൻഡ് ലൈക്ക് നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ടുവേർഡ്സ് എൻഡ് ഐ വാസ് ലൈക്ക് അല്ല ഓഡിഷന്റെ കാര്യം എന്താ പറയാം. എന്നിട്ട് ഓൺ ദ വേ ബാക്ക് ഹി വാസ് ലൈക്ക് അതായിരുന്നു ലുക്ക് ടെസ്റ്റ് ലൈക്ക് വീഡിയോ. എന്നാൽ അതിൽ നിന്ന് കുറച്ച് സ്ക്രീൻഷോട്ട്. He told me that you are a പ്രേതം. Yeah, he told me. ഇങ്ങനെയാണോ എന്റെ പ്രേതം എന്നൊക്കെ? അതാ he was like you match the vibe. എനിക്ക് ഞാനൊരു ജെൻസി ടേംസ് ഉപയോഗിക്കുന്നു. വൈബ് എന്നെ കണ്ട ജെൻസി ആയിട്ട് തോന്നുന്നില്ലേ? പിന്നെ no, but the thing is he is like ഡെലുലൂടെ ഒരു എനർജി മാച്ച് ചെയ്യുന്നുണ്ട്. you are certain. I couldn't believe it. What? And he's like I trust my intuition with you. And I was like okay, ഞാൻ excited. I was like I'm ready. എന്നിട്ട് he sent the screenshots to സത്യൻ സർ. അപ്പൊ സത്യൻ സാർ ആണ് ആക്ച്വലി പറഞ്ഞത് റിയ ഓക്കെ ആണ്. അപ്പൊ ഞാൻ അതും കൂടെ കേട്ടപ്പോ ഐ വാസ് ഓവർജോയ്ഡ്. ഐ വാസ് ലൈക്ക് സത്യൻ സാർ ഇങ്ങനെ പറഞ്ഞു, സത്യൻ അന്തിക്കാട് സർ. സോ ഐ വാസ് ലൈക്ക് ഞാൻ വീണ്ടും the Satyan Andikad sir, the OG. yeah, the OG said this. And then like എനിക്ക് ആ മെസ്സേജ് ഫോർവേഡ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങനെ ഇരിക്കാണ്. ആൻഡ് ദെൻ ഞാൻ എക്സൈറ്റ് പപ്പ എടുത്തൊക്കെ കാണിച്ച് ഉമ്മയും ഭയങ്കര സത്യൻ അന്തിക്കാട് സാറിന്റെ ഫാനാണ്. അപ്പൊ ഉമ്മയാണെങ്കിൽ സത്യൻ അന്തിക്കാട് സാർ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമ്മയാണ് എന്തുകൊണ്ടല്ലേ ആദ്യമായിട്ട്. സോ ഫ്രം ദാറ്റ് ഡേ ഐ വാസ് ലൈക്ക് ഷുഡ് ഐ പ്രിപ്പയർ, എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെറുതെ ജസ്റ്റ് ബി യുവർസെൽഫ്, ജസ്റ്റ് ചിൽ. ആൻഡ് ദെൻ ഷൂട്ടിന് സമയമാകുമ്പോൾ പറയാം, അത്രേ ഉള്ളൂ. Then for a long time we waited and then he told me like നിവിൻ ചേട്ടന്റെ ഡേറ്റ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ ഏത് സമയം എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം, ക്ലാസ് കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വരാം. ആ സമയത്ത് പഠിച്ചോണ്ടിരിക്കും. ഫൈനൽ ഇയർ ആയിരുന്നു. ഫൈനൽ ഇയർ ആണ്, പക്ഷെ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വന്നില്ല. ടീച്ചേഴ്സ് ഇപ്പൊ ഇന്റർവ്യൂ കണ്ടാലേ കട്ടിയില്ല ശരിക്കും ഇല്ല. അല്ല ആക്ച്വലി കറക്റ്റ് ഷൂട്ട് അല്ല, കറക്റ്റ് എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോ ആണ് ഷൂട്ട് തുടങ്ങിയത്. ലൈക്ക് മെയിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. മെയിലാണ് എന്റെ കോഴ്സ് തീരുന്നത്, ജൂണിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇതിലോട്ട് പോകില്ല. ഇറ്റ് വാസ് ലൈക്ക് ദ കറക്റ്റ് ടൈം. അപ്പോ കറക്റ്റ് സമയത്തിന് ഷൂട്ട് തുടങ്ങി. ഷൂട്ട് സ്റ്റാർട്ടഡ് സോ ഫാസ്റ്റ്. ലൈക്ക് അതുവരെ ഡൗട്ട് ഉണ്ടായിരുന്നു എപ്പോൾ നിവിൻ ചേട്ടന്റെ ഡേറ്റ്സ് കിട്ടും. ആൻഡ് ദെൻ അഖിൽ ചേട്ടൻ ഒരു ദിവസം നിവിൻ ചേട്ടനെ പോയി മീറ്റ് ചെയ്തു ആഫ്റ്റർ ദ റിവൈസ്ഡ് സ്ക്രിപ്റ്റ്. അപ്പൊ നിവിൻ ചേട്ടൻ എനിക്ക് ഒരു 10 ദിവസത്തിൽ തുടങ്ങാൻ പറ്റുമോ, നിവിൻ ചേട്ടൻ അഖിൽ ചേട്ടൻ തുടങ്ങാം. ആൻഡ് ദെൻ അങ്ങനെ തുടങ്ങിയതാ. ആൻഡ് നിവിൻ ചേട്ടൻ പറഞ്ഞു എനിക്കൊരു 3 days മാത്രമേ ഉള്ളൂ, ആ 3 daysലുള്ള എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഷൂട്ട് ചെയ്യാം. ആൻഡ് ദെൻ ദ സെറ്റ് ആൻഡ് എനർജി ഓറ എല്ലാം കറക്റ്റായിട്ട് വന്ന് ചേർന്നുകൊണ്ട് വി ജസ്റ്റ് ഗോട്ട് മോർ ടൈം. ലൈക്ക് നിവിൻ ചേട്ടന് എല്ലാം കറക്റ്റ് സമയമെല്ലാം ഒത്തുചേർന്ന് വന്നു. നിവിൻ ചേട്ടൻ ആണെങ്കിൽ എനിക്ക് ഇത്രയും ഡേറ്റ്സ് ഉണ്ട്, ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ലൈക്ക് ഫ്ലെക്സിബിൾ ആയി, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയി. It was like God's plan. You know, it was like everything. Even though Ghost was there. Yes, this ghost supports the God. Like definitely, right? Padathilum she says right. But it really felt like that. It had like Sarvamaya had such great energy. ഒരു അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും ADs, ആരൻ ചേട്ടൻ, പിന്നെ വന്ദന ചേച്ചി, പിന്നെ നമ്മളുടെ സിങ്ക് സൗണ്ട് അനിൽ ചേട്ടൻ, അനിൽ രാധാകൃഷ്ണൻ ചേട്ടൻ, പിന്നെ ശരൺ ചേട്ടൻ, നീതു ചേച്ചി എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ്. ലൈക്ക് എവ്രിബഡി ഇറ്റ് വാസ് നോട്ട് വർക്ക്. ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാം വർക്ക് ഇസ് ഓൾസോ നൈസ്, പക്ഷെ ദേ വർ ലൈക്ക് ഒരു ജെന്യുവൻ കെയർ. ഇറ്റ് വാസ് ലൈക്ക് നമ്മളെ വീട്ടിലെ ചേച്ചിമാര് കസിൻസിന് ഒരു കല്യാണത്തിന് മീറ്റ് ചെയ്ത്, ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. നമ്മളെ കസിൻസ് വന്ന് മീറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുന്നു, ഷോർട്ട് കഴിഞ്ഞിട്ട് വെറുതെ സംസാരിക്കുന്നു. ആൻഡ് ദെൻ ഗോയിങ് ഫോർ ഷോർട്ട് ഇസ് ഓൾസോ വെരി റിലാക്സ്. സോ ഓവറോൾ ഒരു നല്ലൊരു എനർജിയോട് ചെയ്യുമ്പോൾ വി ഫൊർഗെറ്റിംഗ് എവറിത്തിങ്. വി ഫൊർഗെറ്റിംഗ് ദ റിലീസ്, വി ഫൊർഗെറ്റിംഗ് ഓഡിയൻസ് റെസ്പോൺസ്, വി ഫൊർഗെറ്റിംഗ് നമ്മൾ വി ജസ്റ്റ് ദേർ. സോ ആ ഒരു എനർജിയിൽ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഐ ഗോട്ട് സോ ഇൻടു ദിസ്.
ആൻഡ് ഞാൻ ഓഫ് കോഴ്സ് ഫസ്റ്റ് ഒക്കെ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു, അടുത്ത സീൻ ഏതായിരുന്നു ഓർക്കുണ്ടോ? നമ്മളുടെ ഇത് ബാധക ഒഴിപ്പിക്കലിന് പ്രേതം ആൾക്കാരെ കണ്ട് പേടിക്കൂലേ, മനുഷ്യരെ കണ്ട് പേടിക്കുന്ന. ബേസിക്കലി അതില് വന്നിട്ട് പ്രഭേ എന്ന് വിളിച്ച് പേടിപ്പിക്കില്ലേ, പ്രഭയാണെങ്കിൽ ഹോംസ് എന്നിട്ട് പ്രഭേ എന്ന് വിളിക്കുമ്പോ എല്ലാം ഞെട്ടിപ്പോലെ. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സീൻ നമ്മൾ എടുത്തത്. പിന്നെ അതില് വേറെ ലാവൻഡർ കുർത്തിനെ പറ്റി സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ ആദ്യം നെർവസ് ആയിരുന്നു, ബട്ട് ദി എനർജി വാസ് വെരി കാം. ആൻഡ് ഓൾസോ ഒരു സോങ് കട്ടിൽ ഒരു ഷോർട്ടാണ് എടുത്തത് ദാറ്റ് ഡേ. ലൈക്ക് ദാറ്റ് വാസ് ലൈക്ക് ദ ഫസ്റ്റ് ഷോയിങ് ഡെലൂലു. ആൻഡ് എല്ലായിടത്തും പറഞ്ഞു, സോ അവസക്കും എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ആ സോങ് കട്ടില് ഡെലൂലു സോങ്ങില്, പുതുമഴ സോങ്ങിലൊരു പ്രഭയെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഡെലൂലു വിൽ സിറ്റ് ഇൻ ദി സൈഡ്, ലുക്ക് അറ്റ് ഹിം, ജസ്റ്റ് ലുക്ക് അറ്റ് ഹിം. സോ അതാണ് ആ ഷോട്ടിലായിരുന്നു. അഖിൽ ചേട്ടൻ ഭയങ്കര ഹാപ്പി. ഹീസ് ലൈക്ക് വൗ ദിസ് സ്മൈൽ, really really you like it? Then he's like yeah, എനിക്ക് ഇതില് കൺവിൻസ് ആയിരുന്നു. and I was like happy. Oh great. So that was like the first day. എന്നിട്ട് പോയി what we did is അഖിൽ ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു 6 ദിവസം എൻ്റെ കൂടെ സെറ്റ് ഷൂട്ടിൽ അവിടെ വന്നിരിക്കാൻ പറഞ്ഞു, ഈവൻ ഇഫ് ഐ ഹാഡ് നോ ഷോട്ട്. സോ ഓരോ ദിവസം ഞാൻ സെറ്റിൽ വെറുതെ പോയിരിക്കും, സോ ദാറ്റ് ഐ ഗെറ്റ് കംഫർട്ടബിൾ. സോ ദാറ്റ് എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പുതിയ ആൾക്കാർ, പുതിയ ക്യാമറ അങ്ങനെ കണ്ട് ഒരു ആങ്സൈറ്റി വരാതിരിക്കാൻ വേണ്ടി, ജെല്ലാവാൻ വേണ്ടി കുറച്ച് ദിവസം അങ്ങനെ എന്നെ കുറച്ച് ദിവസം ഇരുത്തിപ്പിച്ചു. I was gonna say that, yeah. So he told me, he's like, ഇതിനു മുമ്പ് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ആര് ചെയ്യുന്ന അറിയാവോ? സത്യൻ സർ, എന്റെ അച്ഛനാ. And then I was like really നയൻതാര മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അതെ. സോ 10 ദിവസം അതിന് മുമ്പേ വന്ന് സെറ്റില് കംഫർട്ട് ആക്കിയിട്ടാണ് ഷൂട്ടിന് പോയത്. ആൻഡ് ഐ തിങ്ക് നയൻതാര മാമിന്റെ ഡോക്യുമെന്ററിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഓ ദി സെയിം ഫോർമാറ്റ്, വൗ. അഖില് കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, വീട്ടിലെ കുട്ടി പോലെയാണ്, ലൈക്ക് എ ക്യൂട്ട് ലിറ്റിൽ പട്ടിക്കുട്ടി. അതാ പേര് അങ്ങനെ ആക്കി. What was that aura you were giving on that set? The thing is like it was for me personally, I was just comfortable. So എനിക്ക് അവിടെ പോയിട്ട് അഖിൽ ചേട്ടാ or like just like chilling there. അവിടെ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലാണ്, ഒരു മനയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ വീട് പോലെ ആയി. സോ അവിടെ പോയിട്ട് ഷോട്ട് ഇല്ലെങ്കിലും ജസ്റ്റ് സിറ്റിംഗ് ദർ, ആൾക്കാരത്ത് സംസാരിക്കുന്നു, ചില്ല് ചെയ്യുന്നു. ആൻഡ് ലൈക്ക് വീൽ സിറ്റ് ആൻഡ് വൈകുന്നേരം സ്നാക്സിന്റെ ടൈം ആകുമ്പോൾ നമ്മളെല്ലാരും ഇങ്ങനെ ഇടും. ഞാൻ പറയുന്നു ഇന്ന് വട, ഇവിടെ പഴംപൊരി, ഇവിടെ പറയുന്നു വിൽ ഗെസ് എന്താണ് സ്നാക്സ്. സോ അങ്ങനത്തെ കുട്ടി കുട്ടി ഗെയിംസ് അങ്ങനെ. സോ ഐ തിങ്ക് മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് he felt free. Like it was not like okay Riya ne shot nu vilikku, Riya ingane vandirikku, Riya madam please come nakke. No vibe, because inikkum pettannu awkward ah ipo enne Riya madam please nu I'll start laughing. What? Yeah. So inikkum enne irikkan pattilla, enne kondu irithiyal njan ingane irunittu pettannu ingane odipo. Because in the beginning he was like oh nice, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിയ യു നീഡ് ടു റിലാക്സ് ചെയ്താലേ ഫേസ് ഫ്രഷ് ആയിരുന്നു. ഓക്കെ പിന്നെ റിലാക്സ് ചെയ്യാൻ നോക്കും, എന്നിട്ട് വീണ്ടും പോയി അടുത്തെങ്കിലും സംസാരിക്കും, ബിക്കോസ് ഇറ്റ്സ് കംഫർട്ടബിൾ ടു സ്പീക്ക്. സോ നമുക്ക് ഒരു ഗെയിം വെച്ച് തുടങ്ങിയാലോ? ഡൺ. സോ ഇവിടെ കുറച്ച് ചിറ്റ്സ് ഉണ്ട്, ഇതിലൊരു ടോപ്പിക് ഉണ്ടാവും. ഐ മീൻ നോട്ട് എ ടോപ്പിക്, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സിറ്റുവേഷൻ അല്ല, ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യത്തെ കുറിച്ച് റിയ ഒരെണ്ണം പറയണം, ഞാനൊരെണ്ണം പറയും. റിയ ഒരെണ്ണം പറയും, ഞാനൊരെണ്ണം പറയും. ആര് പറയാൻ പറ്റാതെ 5 സെക്കൻഡിനുള്ള ഔട്ട് ആവുന്നു, നമ്മൾ അടുത്ത ചിറ്റിലേക്ക് പോകും. ആദ്യം റിയ എടുത്തോ. മോഹൻലാൽ മൂവീസ്. വൃഷഭ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, ദൃശ്യം 2, ദൃശ്യം 3 റിലീസ് ആയിട്ടില്ല. ദൃശ്യം 3 പറ്റില്ല, അത് റിലീസ് ആയിട്ടില്ല. ഹൃദയപൂർവ്വം. വരവേൽപ്പ്, കിരീടം, ഔട്ടായില്ലേ? അങ്ങനെ ഞാൻ ഔട്ടായി, ഒരെണ്ണം പറഞ്ഞു. എന്തോ ഞാൻ ഔട്ടായില്ലോ. ഒരു മോഹൻലാൽ സിനിമ. ഇരുവർ. ഞാൻ സ്കോർ ചെയ്യും, ഉറപ്പ്. വിക്രം മൂവീസ്. വീരധീരസൂരൻ. സാമി. സാമി 2. അനിയൻ. ഞാൻ പറയാം. അന്യൻ.
ഞാൻ പറഞ്ഞു. പറഞ്ഞോ? ഇതെപ്പോ? I said onion. You were like, onion. ധൂൾ. ടിക് ടിക് 1. This is not fair. I didn't do tick tick. I didn't do this. ഇത് അടുത്തിൽ ചെയ്തോളൂ. ടിക് ടിക് 2. Tick, tick, 3. പത്തനംതിട്ടക്കുള്ള. Eh? Wait. Tick, tick, 3. പത്തനംതിട്ടക്ക്. Oh my god. ടിക് ടിക് 4. ടിക് ടിക് 5. ഔട്ട്. ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല പത്തനംതിട്ടക്കുള്ള. ഔട്ട്. Oh my god. പത്തനംതിട്ടക്കുള്ള. പത്തെണ്ട്രതക്കുള്ള അതാണോ പറഞ്ഞേ? ഔട്ടായി പോയല്ലോ. Okay. മമ്മൂക്ക മൂവീസ്. ദ്രോണ. നൻപകൽ നേരത്ത് മയക്കം. ഓ, കളങ്കാവൽ. പേട്രിയോട്ട്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ടിക് ടിക് 1. ടിക് ടിക് മാത്രം പറയ. ടിക് ടിക് 2. 3. ബസൂക്ക. ടിക് ടിക് 1. ടിക് ടിക്. മറ്റേ സിനിമയുടെ പേരെന്താടാ? ടിക് മറ്റേ ടിക് ടിക് 2. നോക്ക് പതുക്കെ. സാഗരം സാക്ഷി. എന്റെ മനസ്സില് the latest one something. പേരെന്ത്? Oh nice. വാത്സല്യം. ബിഗ് ബി. അടിപൊളി. ബിഗ് ബി. എടുത്തു. തോപ്പിൽ ജോപ്പൻ. ടിക് ടിക് 1. ടിക് ടിക് 2. ടിക് ടിക് 3. ഔട്ട്. ഓ, പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോളിഡേസ്. റിപ്പബ്ലിക് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ. വിഷു. ഓണം. ക്രിസ്മസ്. ഗാന്ധി ജയന്തി. ഈദ് മുബാറക്. ദിവാലി. പൊങ്കൽ. ടിക് ടിക് 1. ഈദ് അൽ അദ. ഏത്? ഞാൻ മുസ്ലിമാ. ഈദ് മുബാറക് അല്ലല്ലോ, വേറെന്തോ അല്ലേ? ഞാൻ ഈദ് മുബാറക് പറഞ്ഞു. ഈദ് മുബാറക് ടു യൂട്യൂബ്. ഹാപ്പി ക്രിസ്മസ്. ടിക് ടിക് 1. ന്യൂ ഇയർ. അത് പബ്ലിക് ഹോളിഡേ അല്ല. ആണ്. ടിക് ടിക് 2. ആണ്. എവിടെ? ഞങ്ങക്ക് 1 വർക്ക് ചെയ്യണം. ടിക് ടിക് 3. ടിക് ടിക് തമിഴ്നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പറ. അതാ വാലന്റൈൻസ് ഡേ. അതെവിടെ? സമ്മർ ഹോളിഡേസ്. ടിക് ടിക് 4. 5. പറയട്ടെ. സമരം. പൂജ ഹോളിഡേസ്. പൂജ ഹോളിഡേസ്. സെലിബ്രിറ്റി കപ്പിൾ നെയിംസ്. ഞാൻ ആദ്യം തുടങ്ങട്ടെ. നസ്രിയ ഫഹദ്. സൂര്യ ജ്യോതിക. ഇത് കറക്റ്റ് പറയാൻ പറ്റുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ബിജു മേനൻ, സംയുക്ത. ഓ, അനുഷ്ക വിരാട്. ആലിയ ഭട്ട്, രൺബീർ കപൂർ. ദീപിക രൺബീർ. ഓ, പറയാൻ വെച്ച എല്ലാം. ടിക് ടിക് 1. ഇന്ദ്രജിത്ത്, പൂർണിമ. അയ്യോ, ഞാൻ ആലോചിച്ചാണല്ലോ. പൃഥ്വിരാജ്, സുപ്രിയ. എനിക്ക് ഞാൻ ആലോചിച്ചു, എനിക്ക് കിട്ടി. ജയറാം പാർവതി. ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ. അല്ല, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ. ഐശ്വര്യ റായ് ബച്ചൻ, അഭിഷേക് ബച്ചൻ. ടിക് ടിക് 1. ടിക് ടിക് 2. ടിക് ടിക് 3. 4. 5. അജിത്, ശാലിനി. സർവമയിലേക്ക് തിരിച്ചു വരാം. ഈ ഹ്യൂമർ എലമെന്റ് ക്യാരി ചെയ്യുക, അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഒരു തിൻ ലൈൻ ആണ്. എസ്പെഷ്യലി ഒരു ന്യൂ കമ്മർ ഇത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇത്രയും സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക് ആൻഡ് യു ഹവ് ഡൺ ഇറ്റ് ബ്രില്യൻലി. താങ്ക് യു സോ മച്ച്. സോ ആ ഒരു എലമെന്റ് നമ്മുടെ അഖിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, അതേപോലെ റിയ അതെങ്ങനെ കൺസീവ് ചെയ്തു, ആൻഡ് റിയയുടെ ഇൻപുട്ടുകൾ എന്തായിരുന്നു? സോ അഖിൽ ചേട്ടൻ അടുത്ത് പറഞ്ഞപ്പോ ഹ്യൂമർ അങ്ങനെ എടുത്തു പറഞ്ഞില്ല. റിയ ഹ്യൂമർ ചെയ്യണം അങ്ങനെ എടുത്തു പറഞ്ഞില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ബിക്കോസ് ഹ്യൂമർ ചെയ്യണം എന്ന് പറയുമ്പോൾ യു സ്റ്റാർട്ട് തിങ്കിങ് യു ഹ്യൂമറസ് ആയി വരൂ, അപ്പോഴാണ് യു ഗെറ്റ് കോൺഷ്യസ്. സോ മോസ്റ്റ്ലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ്. ഇപ്പൊ സാധ്യനെ സെറ്റാക്കുന്ന സീനായാലും തണുത്ത കാറ്റുണ്ട്. ദാറ്റ് വാസ് ആക്ച്വലി, ഞാൻ വടക്കൻ സെൽഫി ഫാൻ ആയതുകൊണ്ട് എവറി ടൈം നിവിൻ ചേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ബി ലൈക്ക്, നിവിൻ ചേട്ടാ ആ ഡയലോഗ് ഓർമ്മയുണ്ട്, എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട, ഓർ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ മൂമെന്റിൽ അവിടെ ഇരുന്നപ്പോ ഐ ജസ്റ്റ് വെന്റ് നല്ല തണുത്ത കാറ്റുണ്ടല്ലേ എന്താ ചുമ്മാ it was not in the script and then it was just impulsive. പിന്നെ then like നിവിൻ ചേട്ടൻ ലൈക്ക് ഇത് ഫണ്ണാണല്ലോ. പിന്നെ ടേക്ക് പോയ സമയത്ത് ചിരിച്ചായിരുന്നോ?
കുറെ പ്രാവശ്യം ചിരിച്ചു. അതാണ് നിവിൻ ചേട്ടൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അതിൽ ഒരു 3-4 ടേക്ക് പോയി. പക്ഷെ അത് ഒരു ഫൺ പരിപാടി ആയതുകൊണ്ട് ചിരിച്ചും പറയാം. മറ്റേത് ചില സീരിയസ് സീനിലൊക്കെ ചിരിപ്പിക്കും, അപ്പോഴാണ് ചിരിക്കാതിരിക്കുള്ളൂ. മറ്റേ കരഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോ അപ്പോഴായിരിക്കും അതാണ് യു ആർ സോ സെൽഫിഷ്, അപ്പൊ ചിരി വരും, മുഖത്ത് നോക്കിയാ ചിരി. സോ അങ്ങനത്തെ ഇതിലൊക്കെ ഇറ്റ്സ് ലിറ്റിൽ പാടാണ്, യു ഹാവ് ടു മെയിൻറ്റെയിൻ. പക്ഷെ ഹ്യൂമർ അങ്ങനെ ചെയ്യണം എന്ന് എടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് വാസ് മോസ്റ്റ്ലി സിറ്റുവേഷണൽ കോമഡി. എന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നിവിൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അജു വർഗീസ് ഉണ്ട്, ജനാർദ്ദൻ അങ്കിൾ ഉണ്ട്. ഇവരെല്ലാം രണ്ട് ഫേസ് റോളുകളും, അതായത് സീരിയസ് റോളുകളും ക്യാരക്ടർ റോളുകളും കോമഡി റോളുകളും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ കൂടെയൊക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. യുവർ ഇൻവിസിബിൾ ബട്ട് സ്റ്റിൽ. സോ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത് ആ ഒരു ടൈമും അതിന്റെ ഒരു കോമ്പിനേഷനും ഒക്കെ? അത് ആക്ച്വലി എനിക്ക് തന്നെ സിറ്റുവേഷൻ ഇസ് സോ ഫണി. ഇപ്പൊ മറ്റേ ഊഞ്ഞാലിരിക്കുമ്പോ ജനാർദ്ദൻ സാറ് വരൂലേ, എന്നിട്ട് നിനക്ക് ഭയങ്കര ധൈര്യമാണ് വഴക്ക് പറയൂലേ, എനിക്ക് ശരിക്കും ചിരി വന്നു. എനിക്ക് ശരിക്കും ചിരി വന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ബിക്കോസ് ജനാർദ്ദൻ സാർ ഇസ് ലൈക്ക് the way he speaks and he presents നല്ല it's really funny because വഴക്ക് പറയായിരിക്കും, പക്ഷെ വഴക്ക് കിട്ടുന്ന ആളുടെ റിയാക്ഷൻ എല്ലാം കണ്ട് ഐ എം ജസ്റ്റ് ഇങ്ങനെ ഇരിക്കായിരുന്നു. സോ അത് അഖിൽ ചേട്ടൻ ലൈക്ഡ് ഇറ്റ് ആൻഡ് ഹി പുട്ട് ദാറ്റ്. പിന്നെ ഇറ്റ് വാസ് ഓവറോൾ ലൈക്ക് ജസ്റ്റ് ഫണി. അപ്പോൾ അവരുടെ കൂടെ കോമ്പിനേഷൻ ആദ്യം ലൈക്ക് അജു ചേട്ടനും നിവിൻ ചേട്ടനും ജനാർദ്ദൻ സാറിനൊക്കെ കാണുമ്പോൾ ഒരു യു ഹാവ് ദിസ് നെർവസ്നെസ് ബിക്കോസ് ഇവർ ഇത്രയും സീനിയർ ആക്ടേഴ്സ് ആണ്, എൻ്റെ എല്ലാവരും ഹ്യൂമറിലൊക്കെ ചെയ്തിട്ട് ഉള്ള ആൾക്കാരെ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇവരുടെ കൂടെ ഐ എം പെർഫോമിങ്. അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദേ മേഡ് ഇറ്റ് വെരി കംഫർട്ടബിൾ. അവരെനിക്ക് അത് അങ്ങനെ ചിന്തിക്കാൻ പോലെ ഒരു സെക്കൻഡ് പോലും തന്നില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഓറ തന്നതേ ഇല്ല. സോ ഇനിഷ്യലി അത് ഉണ്ടായിരുന്നെങ്കിലും 2-3 ടേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളത് മറന്നു പോകും. ബിക്കോസ് എന്നെ കുറെ ചിരിപ്പിക്കും. ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ദ മേജർ സീൻസ് ദാറ്റ് വി സ്റ്റാർട്ടഡ് വിത്ത് ദിസ്, ഞാൻ ഈ സിനിമയിലെ പ്രേതങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മേജർ സീൻ. അപ്പൊ ഇച്ചിരി നെർവസ് ആയിരുന്നു, പക്ഷെ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഡു ഇറ്റ്. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ഒക്കെ റിഹേഴ്സ് ഒക്കെ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് റെഡി. പിന്നെ നിവിൻ ചേട്ടൻ അവിടെ വന്ന് നിന്നിട്ട് ഐ എം ഡെലിവറിങ് ദ ഡയലോഗ് ആൻഡ് നിവിൻ ചേട്ടൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, സീനിയർ ആർട്ടിസ്റ്റ് ആണ്, സോ ഭയങ്കര സീരിയസ് ആയിരിക്കണം. സോ ലൈക്ക് സിനിമയിൽ ഞാൻ പറഞ്ഞിട്ട് നിവിൻ ചേട്ടൻ എന്നെ നോക്കി ചിരിക്കും. ഐ വാസ് ലൈക്ക് ഓക്കെ, ചില്ലാണ്. സോ നമ്മൾ അതില് ഞാൻ ഇംഗ്ലീഷിലൊക്കെ ഡയലോഗ് നിവിൻ ചേട്ടൻ റിയാക്ഷൻ ഇടും. അപ്പൊ അത് തന്നെ കണ്ടിട്ട് എനിക്ക് കുറെ നേരം ചിരി വന്നു. സോ ആ സീനൊക്കെ ദ മെയിൻ റീസൺ ഫോർ ഗോയിങ് റീടേക്ക് ഇസ് നമ്മൾ ചിരിക്കുന്ന കാരണം. ചിരിച്ച് തന്നെ നമ്മൾ കുറെ റീടേക്ക്. പിന്നെ ദ തിങ് ഇസ് ചിരിച്ച് നമ്മുടെ ഫേസ് അങ്ങനെ ഫ്രഷ് ആവും. സോ അതാ ചോക്കച്ചേട്ടൻ അത് ഇഷ്ടമാണ്. ചിരിച്ചു ഫേസ് നല്ല റെഡ് ആവും, നല്ലതാ. എന്നിട്ട് ബാക്കിൽ മോണിറ്റർ ചെയ്യുന്ന ചിരി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ആക്ഷൻ ചിരിക്കും, എന്നിട്ട് അങ്ങനെ പറയുന്നത്. സോ വി കൻ സ്റ്റിൽ ഫീൽ ദാറ്റ് ഫ്രം ദി സൈഡ്. സോ മോസ്റ്റ്ലി ഹ്യൂമർ അങ്ങനെയായിരുന്നു നമ്മള് ചെയ്തത്, അത് ഹാൻഡിൽ ചെയ്ത്. Now tell me about നിവിൻ പോളി, ബിക്കോസ് സർവം മായ എന്ന് പറയുന്ന സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം, റിലീസ് ആവുന്നതിന് മുമ്പും ദ ബോയ് നെക്സ്റ്റ് ഡോർ, നമ്മുടെ നിവിൻ പോളി തിരിച്ചു വന്നു, നമ്മൾ കാണാൻ ആഗ്രഹിച്ച നിവിൻ വന്നു എന്നുള്ളതൊക്കെ. യു ആർ എ നിവിൻ ഫാൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തപ്പോണ്ടായ എക്സ്പീരിയൻസ്, ഡയലോഗ് പറഞ്ഞപ്പോണ്ടായ റിയാക്ഷൻസ്, ഇതെല്ലാം ഒരു നിവിൻ ഓറയിലായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നത്. I can't say a word for it, but it was ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇനിഷ്യലി ഒരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുന്നതിന്റെ ഉള്ള ഒരു നെർവസ്നെസ്, ദെൻ ഹി മേഡ് മീ വെരി കംഫർട്ടബിൾ. ബിക്കോസ് ആൻഡ് ഐ വുഡ് ടെൽ യു വൺ തിങ്, ഇപ്പൊ നിവിൻ ചേട്ടൻ്റെ ഏത് പടം എടുത്താലും കെമിസ്ട്രി ഓൾവേസ് വർക്ക്സ് ഔട്ട് വിത്ത് ദ പീപ്പിൾ ഹി ആക്ട്സ് വിത്ത്. ആൻഡ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നിവിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ബിക്കോസ് നിവിൻ ചേട്ടൻ ആ ഒരു കെമിസ്ട്രി ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യും ബൈ ഗിവിങ് യു ദാറ്റ് കംഫർട്ട് ആൻഡ് ദാറ്റ് സ്പേസ്. സോ ലൈക്ക് ഈ കോമഡി ഒക്കെ വരുമ്പോൾ നിവിൻ ചേട്ടൻ്റെ കൂടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീ ഈസ് ജസ്റ്റ് വെരി മേക്സ് യു റിലാക്സ് ആൻഡ് മേക്സ് യു ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു വർക്ക് വിത്ത് ഹിം, ലൈക്ക് ഐ വോണ്ട് ടു ഡു 1000 ഫിലിംസ് വിത്ത് യു. അങ്ങനത്തെ ഒരു you get that feeling. So I tell him, I was like, Ninja, I want to work with you all the time. Like it's very comfortable, right? So Nazri Nivin Chatandem films ആയാലും Om Shanti Oshana, all of that. ഞാനും ആക്ച്വലി വണ്ടർ ചെയ്യാ, ചില സീക്വൻസിലൊക്കെ റിയ ചില റൊമാൻറ്റിക് ലുക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റുഡിയോയുടെ അകത്തുനിന്ന്. ഈ പറഞ്ഞ പൂജ ചെയ്യുന്ന സമയത്തൊക്കെ
ഞാൻ റിയെന്നതിങ്ങനെ ഞാൻ ഇപ്പൊ ഈ സംസാരിച്ച വൈബില് റീ അങ്ങനെയൊക്കെ ലുക്ക് ചെയ്യോ? എനിക്ക് പോലും പറഞ്ഞു ഞാനങ്ങനെ ലുക്ക് ചെയ്യോ? റൊമാൻറ്റിക് ആയിട്ടൊക്കെ നോക്കുന്നൊക്കെ. അതെ, എനിക്ക് റൊമാൻസ് ഒക്കെ വരും. But with Niven it comes അല്ലേ? Yeah, actually like he gives you that space to ഒരു അത് കൊണ്ടുവരാൻ. But the thing is he makes you laugh a lot. So actually with romance ഭയങ്കര കോമഡിയാ. ഇപ്പൊ അഖിചേട്ടൻ വന്ന് പറയും റിയ ഒരു റൊമാൻറ്റിക് ലുക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിവിൻ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കും, കൊടുത്തോ? ലൈക്ക് യു നോ ഹി മേക്സ് ഫൺ ഓഫ് മീ. അപ്പൊ ഞാൻ പ്ലീസ് എന്നെ ചിരിപ്പിക്കില്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്നെ ഇങ്ങനെ നോക്കും. ലൈക്ക് സജഷനിൽ എന്റെ ഷോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണം. സോ ഹിൽ ബി ലൈക്ക് അപ്പൊ ഇങ്ങനെ ചേട്ടാ അങ്ങനെ ചെയ്യല്ലേ. ഇറ്റ് വാസ് സോ ഫണി. സോ ആ സീൻ നമ്മൾ കുറെ നേരം എടുത്തു, ബിക്കോസ് അത്രയും ചിരിച്ചതാ. ഈ ലൈൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്ത് പറയുന്ന ആളാണോ? അഖില ഫ്രീഡം തന്നിട്ടുണ്ടായോ? ഫ്രീഡം തന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ലേൺ ദ ലൈൻസ് ബിക്കോസ് നമ്മളിപ്പോ യു കാൻ ഗോ ഔട്ട് ഓഫ് ദ തിങ്. ഞാൻ പിന്നെ സംസാരിച്ചു തുടങ്ങിയ ഐ കുഡ് ഗോ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഐ നീഡ് ടു കീപ് ഇറ്റ് ദെയർ. ലൈക്ക് നമ്മൾ ടൈം കൺസ്ട്രെയിന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ലൈക്ക് എഡിറ്റിലൊക്കെ ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന യു കാൻ റാൻഡംലി കട്ട് ഇറ്റ് ഇൻ ബിറ്റ്വീൻ. ഇറ്റ് ബി വെരി ടഫ്. സോ it's because of him that like അതൊരു കൺട്രോൾഡ് മാനറിലായത്. And you know how everybody said that ഇത് പാളി പോവാനുള്ള ചാൻസ് ഉണ്ട് ക്യാരക്ടറിന്, right? So he was able to maintain that and make it as realistic as possible. Because ഇപ്പൊ സംസാരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇട്ട് സംസാരിക്കുന്നത് just be yeah, he will just tell me, he's like Riya feel like മനസ്സിലെ ഫീലിംഗ്. റിയ അത് പറയുമ്പോൾ മനസ്സിലെ ഫീലിംഗ് really like നമ്മൾ ഇങ്ങനെയും when you think and do it also it's great, but then when you get the space of comfort it becomes just cherry on top. Because അത് ഞാനൊരു 100 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കാണും, but that really is what is the main positive aspect of this film. എല്ലാവരും ഈക്വലി കംഫർട്ടബിൾ. ഞാൻ നിവിൻ ചേട്ടനും കുറേ ഇരുന്ന് ചിരിക്കുന്നതും ഹാപ്പി ആയിരിക്കുന്നതും ഇവിടെ കണ്ടു. And I used to ask him, like നിവിൻ ചേട്ടൻ ഇങ്ങനെയാണോ like generally like how is it like you are so like fun to be around with? And he's like ആ കുറേ നാളും കഴിഞ്ഞിട്ടാണ് ഞാൻ എത്രയും ഹാപ്പി ആയിട്ട് ചെയ്ത്. I was like really? And then I would ask him like last time എപ്പോഴാ ഇങ്ങനെ? It's like last time you know right, എൻ്റെ പടങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ. I was like oh so that time. And he will tell me about like അന്നത്തെ ഇത്. And then കുറേ നാളും കഴിഞ്ഞിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ he also told me that ഞാനും അങ്ങനെ ഓഡിയൻസിനെ പറ്റിയൊന്നും like I mean he thinks, but then he's like I'm not thinking that padam release ആയിട്ട് ഇങ്ങനെ വരൂ, because then that will affect the performance. He's just there, he's very present, he's very very happy to be there. സെറ്റിൽ വരാൻ ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. ഗ്രേറ്റ്. സോ ഇനി ആഫ്റ്റർ റിലീസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ബൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദലുലു റീൽസ് ആർ വൈറൽ. കുറേ റീൽസ് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിത് ഒരുപാട് ടൈപ്പ് റീൽസ് വരുന്നുണ്ട്. എല്ലാം എന്തായാലും സജഷനിൽ വരുന്നുണ്ടാവും. കുറെ എണ്ണത്തിൽ പോയി കമന്റ് ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അതെ ഞാൻ കാണുന്നതെല്ലാം ലൈക്ക് ഇപ്പൊ കാണുന്ന എല്ലാത്തിലും ലൈക്ക് താങ്ക് യു ബിക്കോസ് ഐ ആം ലൈക്ക് വാവ്. ഈ റീൽസും ഇതേപോലുള്ള അപ്രീസിയേഷനും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബൂം വന്നത്. പിന്നെ കുറെ റീൽസും അതും ഇതൊക്കെ ആയിട്ട്. ഓ റിയലി? ഹൗ ഡു യു ഫീൽ ഈ ഒരു ബൂമില്? I feel so grateful. I just thank God. Like I think ഇപ്പോൾ നിവിൻ ചേട്ടൻ്റെ ഡേറ്റ്സ് കിട്ടിയതും നമ്മളെ കാസ്റ്റ് ആവുന്നതായാലും നമ്മൾ സിങ്ക് ആവുന്നതും അഖിൽ ചേട്ടൻ്റെ കൂടെ കുറേ നല്ല സിങ്ക് ആവുന്നതും അജു ഏട്ടനും ലൈക്ക് എല്ലാവരുടെയും ഡേറ്റ് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരുന്നു. ജനാർദ്ദൻ സാറിൻ്റെ ഡേറ്റ് സെറ്റായി വരുന്നു. പ്രീതി കമ്മിങ് ഇൻ ആൻഡ് ലൈക്ക് everything like was so well aligned and everything feels so good. Everything feels so like placed well. And at that moment in I response it was just like purely I was thanking God. I was like it was like such a grateful moment. Great. I understand. We are so happy for your success. We are so happy for what you're doing. And we really mean it. The thanks, like എല്ലായിടത്തും പറയുന്ന thanks, it really really comes from the heart. So with like ഞാൻ emoji ഇടുമ്പോൾ തന്നെ this is how I'm feeling. So with each person when I say thanks I get so like emotional that you know they really like mean what they say. Yeah. And like കിട്ടുന്ന appreciation, the people that I really look up to also, you know,
Manju Echi congratulated me. Manju Varir Chichi. Oh, wow. It was something else, like, because I really look up to her, and Nazri Echi also, you know, supported me, and so many people, you know, I'm texted. sending you a hug. Thank you. And like പ്രേക്ഷകർ തന്നെ പറയുന്നത്, like, it's very genuine what they say, and I Yeah. can see that. Yeah, I just get, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണൽ ആവും. That's okay. Completely fine. No issues. This is your space. Yeah. ഹൃദുവിന്റെ സപ്പോർട്ട് എങ്ങനെയാ? ബിക്കോസ് ഹൃദുവിനെ ഒരു ആക്ടറായിട്ട് കൊണ്ടുവരുന്നു, അതിൽ പ്രൊഡ്യൂസർ ആയിട്ടാണ് റിയ വരുന്നത്, ആൻഡ് ഹി ഹാസ് ബീൻ പ്രൂവിങ് സിൻസ് ദ ലേറ്റസ്റ്റ് റിലീസ് ഡ്യൂഡ് വരെ തകർത്തിട്ടുണ്ട്. He's great actor. Yes. He's such a brilliant actor. Like, ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓൾസോ I realized more that he's a great actor, because പണ്ടേ തൊട്ട് ഞാൻ ഇക്കടോട് I've always seen what he does and contributes to, like, film and acting. The very latest, I think, മലയാളത്തിൽ റിലീസ് ആയതായിരുന്നു മേനെ പ്യാർ കിയ. അതിൽ പേരായിരുന്നു പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദന്റെ കൂടെ ബ്രദർ ആക്ട് ചെയ്തു. ഇവിടെ സർവമായില് കോമ്പിനേഷൻ ഉണ്ട്, പക്ഷേ സ്റ്റിൽ യു ആർ ഇൻവിസിബിൾ. അത് still invisible ആണ്. But we spent a lot of time, like, മുംബൈയിൽ. How was working with പ്രീതി മുകുന്ദൻ? വെരി നൈസ്. ഞാൻ പ്രീതിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഷീസ് ടേൺ ബാക്ക് കാണിച്ചായിരുന്നു. ഞാൻ പിന്നെ പോയി പ്രീതി എന്ന് വിളിച്ച് ഷീ ടേൺ, ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് നമ്മളിപ്പോ സിനിമയിലെ ഹീറോനെ കാണൂലേ, സായിബ. I was like, whoa, like, she looks so beautiful. പിന്നെ ആസ കൂടെ കണ്ടിട്ട് I'm also like, I really like that dance. Oh, wow. ഞാൻ കുറെ പഠിക്കാൻ നോക്കിയിട്ട് വർക്കില്ല. Okay, അവിടെ ഇരുന്നോട്ടെ. അത് പ്രീതി ചെയ്താൽ മതി. അതെ. So then, like, I told her, I was like, I'm a huge fan of your dance and all. Hi Riya, welcome to the Rapid Fire with Q Studio. Thank you for welcoming me. If you get a chance to marry or date a movie character, which one it would be? You need to tell a male character and a female character. Malayalam world, Tamil. മലയാളത്തില് ഓക്കെ കൺമണിയിലെ ആദി. Oh wow, that's a perfect choice. Definitely. Female? ഓം ശാന്തി ഓഷാര നസ്രിയ. Nazriya. Pooja Matthew. Pooja Matthews. ഇപ്പോ സർവമായ റിലീസ് ആയി കഴിഞ്ഞ ശേഷം കുറെ റിലേറ്റബിൾ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ദ ഓൾഡ് നസ്രിയ. അങ്ങനെ? ഓ വാവ്, ദാറ്റ്സ് എ ഗുഡ് കോംപ്ലിമെന്റ്. സം റിസംബ്ലൻസ് നമ്മുടെ പഴയ നസ്രിയയുടെ പോലെ. ഓ, ദാറ്റ്സ് ക്രേസി. ദാറ്റ്സ് എ ക്രേസി കോംപ്ലിമെന്റ്. അത് ഐ റിയലി ലൈക്ക് ഹർ, റൈറ്റ്? പിന്നെ നസ്രിയ ചേച്ചിനെ അല്ലാതെ അറിയാന്നുള്ളതുകൊണ്ട് ഐ റിയലി ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് കോംപ്ലിമെന്റ് ആക്ച്വലി. ദലുലു ഫാൻസ് ഒരുപാടുണ്ടല്ലോ. ദലുലു ഫാൻസിനോട് എന്താ പറയാനുള്ളത്? ദലുലു ഫാൻസ് കുറേ പേരുടെ ക്രഷാ. Really? Yeah, come on. Humble ആവുന്നു വിചാരിച്ചു. Oh really? എനിക്കറിയില്ല. But I'm just like, I'm thank you, like, you know, ഇത്രയും they're really supportive and like they really like it, so I'm really happy and I'm really thankful. എനിക്ക് അവരുടെ അടുത്ത് താങ്ക് യു മാത്രം പറയാനേ ഉള്ളൂ. റിയലി സത്യനന്ദിക്കാട് മൂവി യൂണിവേഴ്സില് ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് മൂവി വുഡ് യു ചൂസ്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇറ്റ്സ് എ മെയിൽ ക്യാരക്ടർ ഉള്ളി, പക്ഷെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നല്ല നല്ല പടം, നല്ല സിനിമ. സംയുക്ത, ജയറാം, if I get a chance, if I ever got a chance to work with Thilagan sir, oh wow, that would be beautiful. അതൊരു എനിക്ക് തോന്നുന്നു ജനാർദ്ദൻ അങ്കിൾ കുറേ കാലത്തെ ബ്രേക്കിന് ശേഷമാണ് സർവമായില് വരുന്നത്. That with you. Yeah, oof, that's amazing. And ജനാർദ്ദൻ സാറിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഓൾസോ ഇസ് ഫൺ. നമ്മൾ വെറുതെ ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. He will say like, ഞാനും ചെന്നൈയിലായിരുന്നു. I was like, me too. Me too bro. Yeah, me too bro. Yeah, he's chill actually. ആദ്യം ജെൻസി ആക്കിയോ? he's ഇങ്ങനെ ഭയങ്കര നിന്റെ അടുത്ത് ഇങ്ങനെ he's not very strict. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് he is like കുട്ടിക്കളി പാടില്ല ടു അഖിൽ ചേട്ടൻ ഓൾ. പക്ഷെ ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ല ചില്ലാണ്. ഞാൻ പോയിട്ട് ആദ്യം ജനാർദ്ദൻ സർ, ചെന്നൈയിലായിരുന്നു. Chennai, I was like, wow, ചെന്നൈയിലെ കാര്യങ്ങൾ. And then he is very nice to talk to, right? So one Malayalam movie that everyone should watch. I always say പ്രേമം ആവേശം. Why? ഞാനിത് ഒരു 7-10 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് that's why. That's literally why. പ്രേമം ആവേശം കാണാത്ത I mean ഒരു മലയാളം ഉണ്ടാവില്ല. ഞാൻ പക്ഷെ ഇപ്പൊ I recently met one person from Mexico and I told him you have to watch പ്രേമം. Like ഒന്നും അറിഞ്ഞൂടാ, ഇന്ത്യൻ സിനിമ മലയാള സിനിമ പറ്റി ഒന്നും അറിഞ്ഞൂടാ. നീ പ്രേമം കണ്ടിട്ട് പോയാൽ മതി മെക്സിക്കോയിലോട്ട്. ആൻഡ് ഐ ഇൻട്രൊഡ്യൂസ് പ്രേമം ടു ഹിം. കണ്ടേ പറ്റുള്ളൂ, അവിടെ വേറൊരു മലയാളി ഉണ്ടായിരുന്നു. കണ്ടോ? അതെ.
കണ്ടോന്ന് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അത് One life lesson that you have learned very recently. ഡോണ്ട് ബിലീവ് യുവർ മൈൻഡ്. Ah, ബിക്കോസ് നമ്മൾ മൈൻഡ് പറയുന്ന വേറൊരു കാര്യം, ബട്ട് ഹൂ വി ആർ ഇസ് ഡിഫറെന്റ്. നമ്മളിത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ മൈൻഡ് പറയും നിന്നെ കൊണ്ട് ഇത് പറ്റുമോ, mm, ഓർ ലൈക്ക് okay. ആൻഡ് ഇഫ് ഐ ട്രസ്റ്റഡ് മൈ മൈൻഡ് ഐ ഡോണ്ട് തിങ്ക് സർവമയ വുഡ് ഹാവ് ബീൻ പോസിബിൾ, Mm. ബിക്കോസ് ഐ ഡൗട്ടഡ് മൈസെൽഫ് എ ലോട്ട് ആൻഡ് Confused ആയിരുന്നു ഒരുപാട്. ഐ യൂസ് ടു ഡൗട്ട് മൈസെൽഫ് എ ലോട്ട്. ആൻഡ് ഇപ്പോഴും ചിലപ്പോഴൊക്കെ സംഭവിക്കും, പക്ഷെ ഈ എക്സ്പീരിയൻസ് കാരണം ഇപ്പൊ ഡാൻസ് ചെയ്ത സമയത്ത് ഐ യൂസ് ടു ബി ലൈക്ക് നിന്നെ കൊണ്ട് ഇത് പറ്റുമോ, ലൈക്ക് ക്ലാസിക്കൽ പറ്റുമോ, ലൈക്ക് യു നെവർ ഡിഡ്. സോ പറഞ്ഞ് ഭയങ്കര ആങ്ഷ്യസ് ആയി. സോ വെൻ ഐ ഡിഡ് ദാറ്റ് ഫസ്റ്റ് ഷോട്ട് ഇറ്റ് ലൈക്ക് കറക്റ്റായിട്ട് വന്നില്ല. സോ ഐ വാസ് ലൈക്ക് നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല പിന്നെ ഐ ഹാവ് ടു ഡു ഇറ്റ്, ദ ഫിലിം റിക്വയർസ് ദാറ്റ് ഐ ഹാവ് ടു ഡു ഇറ്റ്. സോ ഐ വാസ് ലൈക്ക് മൈൻഡ് ഇങ്ങനെ പറഞ്ഞാലും ഐ വാസ് ലൈക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ്. ഇവിടെ ദിസ് മെനി പീപ്പിൾ വെയിറ്റിംഗ് ഫോർ മീ ടു ഫിനിഷ് ദിസ് ഷോട്ട്, ഐ ഹാവ് ടു ഡു ഇറ്റ്. സോ മൈൻഡിൽ ഇങ്ങനെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, പക്ഷെ ഇൻ മൈ മൈൻഡ് ഓൾസോ ഐ എം സേയിങ് യു ഹാവ് ടു ഡു ഇറ്റ്. ദെൻ വെൻ ഐ ഡിഡ് ഇറ്റ് ആൻഡ് ഐ സോ മോണിറ്ററിൽ എൻ്റെ ഷോട്ട് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഐ ക്യാൻ ഡു ദിസ്. സോ ലൈക്ക് യുവർ മൈൻഡ് വിൽ ഓൾവേസ് ടെൽ യു സംതിങ് ബട്ട് നെവർ ട്രസ്റ്റ് ദാറ്റ്, ബിക്കോസ് യു ആർ ഓൾവേസ് കേപ്പബിൾ ഓഫ് ഇറ്റ്. Yes. അത് cool. That is cool. ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് അങ്ങനെ. ഇപ്പൊ മലയാളത്തിൽ ഡയലോഗ് പറയുന്നതും മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ എന്നാലും Flexible അല്ലാത്ത പേടി. മറ്റൊരു ഫ്ലെക്സിബിൾ ആണല്ലോ, എനിക്ക് പറ്റുമോ, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ that's not true. Just take some time. It always takes some time. You're not a perfect person. Yes. Exactly. Wrong puzzle in the. Literally. I really like that. Thank you so much. Thank you. That was an eye opener. Oh, it's good. Like it was able to connect with people. You know? Yeah. The topic that you would select to the next TEDx talk. Nice. I would like to talk about mind and self. Connecting. Yeah, mind and self. Because നേരത്തെ ക്വസ്റ്റ്യൻ I would, അതൊരു പ്രോപ്പർ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ there's a lot to talk about, you know, how our mind says something but our self is something, and you know, our heart says something but our mind says something. But it's always best to listen to your heart. The top rated thing in your bucket list. Getting a chance to act with Shah Rukh Khan sir. Hey, you have കുറെ ആൾക്കാർ പറയുന്നത് you literally have some shades, some resemblance with Sara Ali Khan. Oh yeah, people say that. ഒന്ന് ക്യാമറയ്ക്ക് ലുക്ക് കൊടുക്കുക, എഡിറ്റർ സൈഡിൽ ഫോട്ടോ വെക്കും. സാറ അലി ഖാൻ. What do you think? ഉണ്ട്, ഒരുപാട് കമന്റ്സ് ഉണ്ട്. കുറെ പേര് പറയാം, പണ്ടേ തൊട്ട് പറയും. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും Okay, bucket list പറയട്ടെ. Okay, getting a chance to work with Rajni sir. Okay. Getting a chance to work with Mohanlal sir and Mammootty sir. Yeah. So the song that instantly lifts your mood. Instantly lifts. പാട്ട് കേൾക്കാറുണ്ട് ഒരുപാട്. Of course. ഏത് ജോണർ ആണ് ഇഷ്ടം? I mean, what kind of song? Indian, South Indian, Bollywood? Actually, I listen to a lot of Tamil. Tamil, Malayalam, പിന്നെ English. ലേറ്റസ്റ്റ് ലൂപ്പിലുള്ള പാട്ട് ഏതാ? ലേറ്റസ്റ്റ് ലൂപ്പിലുള്ള പാട്ട് ആക്ച്വലി ഡ്യൂഡാണോ? മിസ്റ്റീരിയസ് ആവാന്ന് വിചാരിച്ചപ്പോ ആക്ച്വലി ഊരുമ്പോട്ട് കുറേ കേട്ട് ഞാൻ പിന്നെ കേട്ട് ഐ എം ടെല്ലിങ് അതർ പീപ്പിൾ ഗയ്സ് വൈ യു പ്ലേയിങ് ദിസ് സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്ന് പാടും. ആൻഡ് ദാറ്റ് ആൻഡ് നൗ ഇപ്പൊ ഡെലുലു പുതുമഴ റിലീസ്ഡ് ആൻഡ് ഐ എം ഇപ്പൊ പാട്ടിന്റെയും പടത്തിന്റെയും ഒരു ഹാപ്പിനെസ്സിൽ ഐ ലിസൺ ടു ദാറ്റ് അ ലോട്ട്. പുതുമഴ പാട്ട്, പിന്നെ ഇത് പ്രേമത്തിലെ ഫുൾ ആൽബം I always listen to it. You studied a song in that, right? കാണാപ്പാടം കഷ്ടപ്പെട്ട് പഠിച്ചത്. അതിലൂടെ പാടാൻ പറയില്ലേ? അന്ന് കൊച്ചായിരുന്നപ്പോ ഞാനിങ്ങനെ ചുമ്മാ സ്റ്റേജിൽ പോയി പാടിയതാ. പാടാൻ പറയില്ലേ? പട്ടിയുണ്ട് എന്ന് പോലും ശ്രദ്ധിച്ചില്ല. അത് സീനാകുമെന്ന് ചിന്തിച്ചില്ല. അവിടെ ചേട്ടന്മാരും വന്ന് രണ്ട് പൊട്ടിച്ചിട്ടു. എടാ എത്ര പ്രാവശ്യം പൊന്നുകളെ മലയാളത്തിലെ പറയുന്നത് അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വിൾവരുന്നു വേണ്ട. ദാറ്റ് ഈസ് ഡെലുലു ആഫ്റ്റർ സാദിയ. സെറ്റാക്കിയിട്ട് അവസാനം അവള് വേണ്ട. എല്ലാം വഴിയും പറഞ്ഞ് ഉറങ്ങിക്കിടന്നോണ്ടിരുന്ന എന്നെ വിളിച്ചിട്ട് ചോരില്ല അത്. അതാ. Okay, now coming back to your influencer life, you really shoot well, you edit well,
Thank you. എത്ര ക്ലിയർ എഡിറ്റ് ആയിട്ടാ ഓരോ ട്രാൻസിഷൻ ചെയ്യുന്നത്. എന്തായിരുന്നു ഈ ട്രാൻസിഷനിലുള്ള ഫയർ? ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്? ഇതെങ്ങനെ ഈ പാട്ട് കണ്ടുപിടിക്കുന്നത്? ടെല്ലസ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വെയിറ്റിംഗ് ഫോർ ദ ടിപ്സ്. ആക്ച്വലി എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഹൈ കിട്ടും, ഒരു കിക്ക് കിട്ടും, ദാറ്റ് ട്രാൻസിഷൻ കറക്റ്റ് ആയിട്ട് വരുമ്പോഴേ. സോ ഐ പ്ലാൻ ക്ലീൻ ട്രാൻസിഷൻസ്. താങ്ക് യു. Now you need to choose one. ഓക്കെ. Producer, actor, director, editor, kickboxer. Actor. Actor, because rest, it's great that I have that qualities and that have that passion to do. പക്ഷെ I think അത് പിന്നീട് ചെയ്യാന്നുള്ള ഒരു തോട്ടാണ്. ഇപ്പൊ ആക്ട് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു വാംത്ത് ഉണ്ട്. അതായത് നല്ലൊരു ഇപ്പൊ നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി ലവ് ടു ടേക്ക് അപ്പ് ഓൾ ഓഫ് ദാറ്റ്. ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഐ എം വെരി എക്സൈറ്റഡ്, ലുക്കിംഗ് ഫോർവേഡ് അത് ആ ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനായിട്ട്. ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിരടിയാണ്. അതെ. അതിരടി എന്താണ്? സോ അതിരടി ഐ വുഡ് ജസ്റ്റ് സേ ദാറ്റ് ഒരു നല്ല ബഹളമുള്ള ഒരു ഫെസ്റ്റ് പടം, നല്ലൊരു സെലിബ്രേഷൻ ആണ്. ഇറ്റ്സ് എ നൈസ് ഫൺ പടം, കോമഡി. How is Basil? How is Tomino? Basil fun, full fun chiri that yeah, this is Basil. So Basil നല്ല ചില്ലാണ്. So first also I was like ബേസിലേട്ടന്റെ മൂവീസ് ഒക്കെ കണ്ടിട്ട് നിവിൻ ചാന്റെ അടുത്ത് പോയ പോലെ. പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇറ്റ് വാസ് വെരി ചിൽ. ബേസിലേട്ടന്റെ വൈബ് വേറൊരു ഹൈപ്പർ ആൻഡ് വെരി വർക്കഹോളിക് ആൻഡ് യുനോ. നിവിൻ ചേട്ടന്റെ എനർജി ഇസ് ലൈക്ക് നമ്മൾ റിലാക്സ് ആവും, ആൻഡ് ബേസിലേട്ടൻ നമ്മൾ ഹൈപ്പ് ആവും, എക്സൈറ്റഡ് ആവും. സോ വിത്ത് നിവിൻ ചേട്ടൻ ദ തിങ് ദാറ്റ് ഐ ലേൺഡ് ഇസ് ടു ബി റിലാക്സ്ഡ്, no matter what, be relaxed so that you are more present. With Basil like hyper, you know, we cheya at the same time being present. Okay. Because like oru control undu, and like you know, he goes out of his self and does different characters. Adhe poleയാണ് അതിരടിയിൽ. And ഒരു ഓൺ ആണ് Basil, നല്ലൊരു ഓൺ എനർജി ആണ്. And like he also directs, right? അപ്പോൾ ആ ഡയറക്ടർ ആൻഡ് ആക്ടർ എനർജിയാണ് ബേസിലായിട്ടുള്ളത്. So now നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. This is a set of question like after release of Sarvamaya എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ എഫക്ട്സ് വന്നു? Okay. The first message that you have received on your phone after the first day first show. ഫസ്റ്റ് എൻ്റെ പപ്പയാണ് FDFSന് പോയത്. ഹീ ബുക്കിംഗ്സ് ഓപ്പൺ ആയപ്പോൾ ഉടനെ ഹീസ് ലൈക്ക് ഞാൻ ബുക്ക് ചെയ്തു. ചെന്നൈയിലായോണ്ട് അവിടെ ആദ്യം PVR വന്നില്ല, സോ ECR തിയേറ്ററാണ്. സോ ഹീസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഐ വിൽ വാച്ച്. സോ ECR ബുക്ക് ചെയ്തിരിക്കുന്നു. വി ആർ സ്റ്റേയിങ് ലൈക്ക് വേർ, നമ്മൾ സിറ്റിയിലാണ്, ECR വേറെ എവിടെയോ. സോ ഐ സേ പപ്പ എന്ത് ലോങ് ട്രിപ്പ് പോയി എൻ്റെ സിനിമ കാണാൻ പോകുന്നത്? ഇല്ല ഞാൻ കാണും ECR. സോ പപ്പ ആണെങ്കിൽ രാവിലെ തന്നെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് മോളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹി വാസ് വെരി ഹാപ്പി. സോ ഒരു നമ്മളുടെ അച്ഛൻ അങ്ങനെ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ ഒരു ഭയങ്കര യു ഫീൽ സോ ഫുൾ, റൈറ്റ്? ലൈക്ക് hey, like you're proud of me, my dad is proud of me, right? Yeah. So like papa proud. That was a moment. Yeah, it was really a moment. Great. Okay. Great. The most unexpected feedback that you've received after Sarvamaya release? Manju Warrier Chechi. Yeah, I didn't think she would message me. I was like, what? Enda message ayiche? She's like, you chinna message Tamil. Chinna message vanda? ഒരു ചെറിയ മെസ്സേജ് ആയിരുന്നു. She's saying like congratulations, you've done great performance എന്ന് പറഞ്ഞിട്ട്. പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ you are the performer, you have done that and you are telling me what? So like ഞാൻ ഒരു ഇങ്ങനത്തെ ഇതിൽ പിന്നെ പേടി ചേച്ചി പറഞ്ഞു, ആൻഡ് തരുൺ മൂർത്തി ചേട്ടൻ he also said, and lot of people, ഒരുപാട് ആൾക്കാർ. പിന്നെ ഗാർഗിയുടെ ഡയറക്ടർ ഗൗതം സാറും പറഞ്ഞിരുന്നു എനിക്ക് ഗാർഗി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. സോ he spoke from the heart. ഭയങ്കര ഹാർട്ട് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് മെസ്സേജസ്. പപ്പ കഴിഞ്ഞിട്ട് ഉടനെ വിളിച്ചത് ഗൗതം സാർ ആയിരുന്നു. ഞാൻ അവിടെ പ്രസ് മീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. സോ ഹി കോൾസ് മീ, ലൈക്ക് വൗ, ഐ റിയലി ലൈക്ഡ് വാച്ചിങ് യു. വാസ് ലൈക്ക് ഷേത് ഇവിടെ വരെ എത്തി. സോ വെൻ ഹി സ്റ്റാർട്ടഡ് കോളിങ് മീ, അങ്ങനെ കുറെ കോൾസ് കിട്ടി ആൻഡ് ഐ എം ഹിയറിംഗ് ദിസ് ഇസ് റിയൽ. സോ ഐ ഗോട്ട് ലൈക്ക് ഇങ്ങനത്തെ റെസ്പോൺസ്. ദിസ് ഇസ് ദ വൺസ് ദാറ്റ് ഐ റിമെമ്പർ. ദിസ് എ ലോട്ട് മോർ. പെട്ടെന്ന് എനിക്ക് ഇതാണ് ഓർമ്മ വരുന്നത്. ഫാൻസ് എന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്രേസിയസ്റ്റ് DM ആഫ്റ്റർ റിലീസ് ഓഫ് സർവമയ?
this 1-2 people ഞാൻ അവരുടെ സ്റ്റോറി റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. And like on the first day, second day also I saw the same, third day also I saw the same. Then I realized they watched it that many times. And then they put the same story. ഓരോ പ്രാവശ്യം they talked about the performance like അത്രയും ഡീറ്റെയിൽ ആയിട്ട്. സോ എനിക്ക് ആക്ച്വലി one thing is like I was very worried like കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു മൈൻഡിൽ നിന്ന് ചെയ്തിട്ട് when I get like അത്രയും genuine ആയിട്ട് response, I was like that was crazy for me, you know. Like and അവർ അത്രയും പ്രാവശ്യം കണ്ടിട്ട് ഓരോ പ്രാവശ്യം കണ്ടിട്ട് they are liking it more and more. That was what made me think like you really like it. And they told me like it feels like I'm watching a friend. അവർ എന്നെ അറിഞ്ഞൂടെങ്കിലും they're like എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണുന്ന പോലെയാ. And I feel like I wish I had a friend like you. അങ്ങനത്തെ കുറെ responses. It feels like I feel like for them they felt really close. They felt like I was giving them a hug. അങ്ങനത്തെ ഒരു വൈബിലാണ് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. ആൻഡ് എനിക്ക് ആ റെസ്പോൺസ് കാണുമ്പോൾ ഐ ഫീൽ ഹാപ്പി ബിക്കോസ് ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ I wouldn't like be feeling this way or experiencing this. And their support is that genuine. Like that genuine ആയിട്ടാണ് അവർ like respond ചെയ്തിരിക്കുന്നത്. That's it. സർവ്വമായി റിലീസ് ചെയ്തതിന് ശേഷം റീസെന്റ് യൂസ്ഡ് ഇമോജീസിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഇമോജി ഏതാ? Crying happy emoji. This one. Yeah. I think I did it earlier. You have done a brilliant job. Thank you. You are doing a brilliant job. Thank you. And thank you for being our Delulu. Of course. Thank you. Thank you for bringing back our Nivin ഒരു സൈഡില്. അത് അഖിൽ ചേട്ടൻ ഹീറോ. You have done a brilliant job and waiting for more magics. Thank you so much. Thank you. Thank you. അപ്പോൾ ശരി.